നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ഒത്തുചേരലായി അംഗീകരിക്കപ്പെട്ട കുംഭമേള വിശ്വാസം, പാരമ്പര്യം, മാനവികത എന്നിവയുടെ ഒരു അത്ഭുതകരമായ സംഗമം തന്നെയാകുന്നു. ഇന്ത്യയിലെ 4 പുണ്യസ്ഥലങ്ങളായ ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ 12 വർഷത്തിൽ ഒരിക്കൽ ഈ മഹത്തായ പരിപാടി നടക്കുന്നതാണ്. ഇവയിൽ ഗംഗ, യമുന, പുരാണത്തിലെ സരസ്വതി എന്നീ 3 നദികളുടെ പുണ്യ സംഗമം കാരണം പ്രയാഗ്രാജിന് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് കുംഭമേള വെറുമൊരു ഉത്സവത്തേക്കാൾ ഉപരിയാണ്. ജനന മരണ ചക്രത്തിൽ നിന്നുള്ള ആത്മീയ പുനരുജ്ജീവനത്തിനും മോചനത്തിനുമുള്ള അവസരം കൂടിയാണ് ഇത്. സംഗമത്തിലെ പുണ്യജലത്തിൽ കുളിക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുന്ന ശക്തമായ ഒരു ആചാരമായി കണക്കാക്കപ്പെടുന്നതുമാണ്. ഷാഹി സ്നാൻ അല്ലെങ്കിൽ രാജകീയ സ്നാനം എന്നറിയപ്പെടുന്ന ഈ ആചാരം കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ സംഭവം തന്നെയാണ്. ലോകത്തിലെ എല്ലാ കോണുകളിൽ നിന്നുള്ള സാധുക്കൾ അഥവാ വിശുദ്ധ പുരുഷന്മാർ, തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ എന്നിവരെ ഇത് ആകർഷിക്കുന്നതുമാണ് അഥവാ കുംഭമേള ആകർഷിക്കുന്നതുമാണ്. ചക്രവാളത്തിൽ ഉദയത്തിന്റെ ആദ്യ വെളിച്ചം പൊട്ടിവിടരുമ്പോൾ ഗംഗ, യമുന, പുരാണ, സരസ്വതി എന്നീ നദികളുടെ പുണ്യ സംഗമ സ്ഥാനമായ സംഗമത്തിന്റെ തീരം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ താളാത്മകമായ മന്ത്രങ്ങളും സ്തുതിഗീതങ്ങളും കൊണ്ട് സജീവമാകുന്നതുമാണ്. ലളിതമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച ഭക്തർ പുണ്യസ്നാന ചടങ്ങിനായി ജലാശയത്തിന്റെ അരികിലേക്ക് പോകുമ്പോൾ വായു പ്രതീക്ഷയും ആദരവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നാഗസാധുക്കളാണ് കുംഭമേളയിൽ ഏറ്റവും വ്യത്യസ്തരായി വരുന്നവർ. നാഗ എന്ന വാക്ക് നാഗ് എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, അതായത് പർവ്വതം. ജഗദ്ഗുരു ശങ്കരാചാര്യർ പറഞ്ഞത്, ഒരു നാഗൻ എന്നാൽ ഒരു പർവ്വതത്തെ പോലെ ചലിക്കാതെയും സ്ഥിരതയോടെയും നിലകൊള്ളുന്നവനും തൻ്റെ പ്രത്യശാസ്ത്രത്തോടുള്ള ശക്തിയുടെയും പ്രതിബദ്ധതയുടെയും പ്രതീകവുമാണ് എന്നാണ്. മറ്റുള്ള സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തർ കൂടിയാണ് ഇവർ. എന്നാൽ ഈ വർഷത്തെ കുംഭമേളയിൽ ഏവരെയും ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം സംഭവിക്കുകയുണ്ടായി. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ വന്ദിക്കുക. രാധാനാഥ് മഹാരാജ്. ഗുജറാത്തിൽ ഒരിക്കൽ ഒരു കുട്ടി കുളിക്കാനായി നദിയിലിറങ്ങി. ഈ സമയം ആ കുട്ടിയുടെ കാലിൽ പാമ്പ് ദംശിച്ചു. ഏവരും അലമുറയിട്ട് കരയുകയും കുട്ടി കരിനീല നിറത്തിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ ആ സമയം ഒരു സന്യാസി അവിടെ എത്തി. അദ്ദേഹം ആ കുട്ടിയുടെ കാലിൽ കൈവച്ച് മന്ത്രങ്ങൾ ജപിച്ചു. കുട്ടിയുടെ ശരീരത്തിലെ നീലനിറം മെല്ലെ മാറി. കുട്ടിയുടെ കണ്ണുകൾ തുറന്നു. ഈ അത്ഭുതം നടന്നതോടെ ആ സന്യാസിയുടെ പേര് വളരെ പ്രശസ്തമായി. അദ്ദേഹമാണ് രാധാനാഥ് മഹാരാജ്. അത്യപൂർവമായ കുംഭമേളയാണ് പ്രയാഗ്രാജിൽ സംഭവിച്ചത്. രാധാനാഥ് മഹാരാജും അവിടേക്ക് എത്തിച്ചേർന്നു. അതിരാവിലെ 4 മണിക്ക് അദ്ദേഹം സംഗമ നദിയിൽ പുണ്യസ്നാനത്തിനായി എത്തി. എന്നാൽ ആ സമയം അവിടെ വലിയ മെഷീൻ ഉപയോഗിച്ച് വൃത്തിയാക്കുകയായിരുന്നു. വരുന്നത് കണ്ട് അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു. ഇപ്പോൾ സ്നാനം ചെയ്യാൻ സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു.
സന്യാസി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അധികാരികൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ജോലികൾ തുടരുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് എല്ലാ മെഷീനുകളും നിന്നു. എന്തെങ്കിലും കേടുണ്ടോ എന്ന് പലതവണ നോക്കി എങ്കിലും ഒന്നും തന്നെ കണ്ടുപിടിക്കുവാൻ സാധിക്കാതെയായി. ആ സമയം ഒരു എഞ്ചിനീയർ കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന സന്യാസിയെ ശ്രദ്ധിച്ചു. ആ എഞ്ചിനീയർ ആയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് രാധാനാഥ് മഹാരാജ് രക്ഷിച്ചത്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഏവരും അദ്ദേഹത്തെ വണങ്ങുകയും ചെയ്തു. അദ്ദേഹം കണ്ണുകൾ തുറന്ന് സ്നാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അത്ഭുതം നടന്നത്. അപ്പോൾ ക്ലോക്കിൽ സമയം 4 തന്നെയായിരുന്നു. അദ്ദേഹം മെഷീനിൽ മാത്രമല്ല സമയം തന്നെ നിർത്തി. ഒരു വ്യക്തിക്ക് മനുഷ്യായുസിൽ ലഭിക്കാവുന്ന ഒരു പുണ്യമാണ് കുംഭമേളയിൽ പങ്കെടുക്കുക എന്നത്. പലർക്കും പോകുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അവിടെ ഏവർക്കും എത്തിച്ചേരുവാൻ സാധിക്കുന്നതല്ല. സാധിച്ചാലും കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. നാം സ്വയം ദേവതയായി മാറുന്നതാണ്. അവിടെ എത്തുന്നവരിൽ പലരും ദേവതകളാകുന്നു. നാം തിരിച്ചറിയണമെന്നില്ല എന്നതാണ് വാസ്തവം. അവർ ദൃശ്യമായും അദൃശ്യമായും നമ്മളോടൊപ്പം ചേരുന്നതുമാണ്, അനുഗ്രഹവർഷം ചൊരിയുന്നതുമാണ്. ഓരോ ഭക്തർക്കും ഇത്തരത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങളാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ ഉണ്ടാവുക. പലർക്കും അതിശയോക്തിയായി തോന്നാം. എന്നാൽ അത്തരത്തിൽ വിശ്വസിക്കാൻ പോലും സാധിക്കാത്തതായ പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. അത് അത്ഭുതമായി തുടരുന്നതുമാണ്. ഇനി അടുത്ത കുംഭമേളയ്ക്കായുള്ള കാത്തിരിപ്പിൻ്റെ നാളുകളാണ് ഉള്ളത്.